അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചെമ്മീനിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, നമ്മൾ നോർമലായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെമ്മീൻ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇത് ഒരു 3-4 മിനിറ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി, നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീനെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിലേക്ക് ഒരു 3 വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ അതിലേക്ക് പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാൻ 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി കാരണമാണ് 2 എടുത്തത്. വലുതാണെന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചെമ്മീനുണ്ടല്ലോ, ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളൂ, അതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ വഴറ്റി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ ആ ചെമ്മീനിലെ ആ ഉള്ളിയുടെ ഒക്കെ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചോളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇത് ഞാൻ 5 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാവും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.